ഇടുക്കി രാജാക്കാട് വലിയകണ്ടം മേഖലയിലെ ഏലം കർഷകർക്ക് കൈത്താങ്ങായി ഫാർമേഴ്സ് SHG. കേന്ദ്ര സർക്കാരിന്റെ PMFME പദ്ധതിയിലൂടെയാണ് ഇലക്ട്രിക് ഡ്രയറുകളും അനുബന്ധ സൗകര്യങ്ങളും ഇവിടെ സജ്ജമാക്കിയത്. റിപ്പോർട്ട് കാണാം. ഹൈറേഞ്ചിലെ ഏല കർഷകർക്ക് ആശ്വാസവും മാതൃകയുമായി രാജാക്കാട് വലിയകണ്ടത്ത് പ്രവർത്തിക്കുന്ന കർഷക കൂട്ടായ്മയാണ് ഫാർമേഴ്സ് SHG. കേന്ദ്ര സർക്കാരിന്റെ സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങൾക്കായുള്ള PMFME പദ്ധതിയുടെ പിന്തുണയോടെ 2023 പ്രവർത്തനം ആരംഭിച്ച ഈ ഏലക്ക സംസ്കരണ കേന്ദ്രം വിജയകരമായി മുന്നേറുകയാണ്. മേഖലയിലെ 14 കർഷകർ ചേർന്നാണ് ഈ സംരംഭത്തിന് തുടക്കമിട്ടത്. സാബു തോമസ് പ്രസിഡന്റായും രൺദീപ് സെക്രട്ടറിയുമായുള്ള ഭരണസമിതിയാണ് ഫാർമേഴ്സ് SHGക്ക് നേതൃത്വം നൽകുന്നത്. 1500 കിലോഗ്രാം ഏലക്ക വരെ പ്രതിദിനം സംസ്കരിക്കാൻ തക്ക ആധുനിക യന്ത്ര സംവിധാനങ്ങൾ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. 2 ഇലക്ട്രിക് ഡ്രയറുകൾ, വാഷിംഗ് മെഷീനുകൾ, ക്ലീനിംഗ് മെഷീനുകൾ എന്നിവയാണ് പ്രധാന സാങ്കേതിക സൗകര്യങ്ങൾ. കർഷകർ കൊണ്ടുവരുന്ന വിളവെടുത്ത ഏലക്ക കഴുകി വൃത്തിയാക്കി ഡ്രയറിലേക്ക് മാറ്റുകയാണ് ആദ്യ പ്രവർത്തനം. തുടർന്ന് ഇലക്ട്രിക് ഡ്രയറിൽ ഉണക്കി ക്ലീൻ ചെയ്ത് ഗുണനിലവാരത്തോടെ കർഷകർക്ക് നൽകുന്നു. നിലവിൽ 8 പേർക്ക് ഇവിടെ സ്ഥിരമായി തൊഴിൽ നൽകാൻ ഈ കൂട്ടായ്മയ്ക്ക് സാധിക്കുന്നുണ്ട്. കർഷകർ നേരിട്ട് വിളവെടുത്തു കൊണ്ടുവരുന്ന ഏലക്ക ഒട്ടും ഗുണനിലവാരം ചോർന്നു പോകാതെ ആധുനിക രീതിയിൽ ഉണക്കി നൽകുന്നു എന്നതാണ് ഈ കേന്ദ്രത്തിന്റെ പ്രധാന സവിശേഷത. ഇടുക്കി ഹൈറേഞ്ചിലെ കർഷകർ കൂടുതലായി ഏലം കൃഷിയിലേക്ക് തിരിയുന്ന ഈ കാലഘട്ടത്തിൽ കർഷകരുടെ തന്നെ നേതൃത്വത്തിൽ ഇത്തരം സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് വലിയ ആശ്വാസകരമാണ്. സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങൾക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന PMFME പദ്ധതി വഴി മൂലധന ചെലവിന്റെ 35% വരെ സബ്സിഡിയോടെയാണ് സാമ്പത്തിക പിന്തുണ ലഭ്യമായത്. ഞങ്ങൾ 2023 ജനുവരിയിൽ ഇവിടെ ഒരു ഡ്രയർ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളുടെ 14 പേരുടെ ഒരു സംരംഭമാണ്. അത് PMFE പദ്ധതിയിൽപ്പെടുത്തി വ്യവസായ കേന്ദ്രത്തിൻ്റെ സബ്സിഡി വായ്പയോടുകൂടിയാണ് ഞങ്ങളിത് ആരംഭിച്ചത്. രാജാക്കാട് യൂണിയൻ ബാങ്കിൽ നിന്ന് ഞങ്ങൾക്ക് ലോൺ അനുവദിച്ചു തന്നു. അതിൻ്റെ സബ്സിഡി ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കൃത്യമായി ലോൺ അടച്ചു പോകുന്നു. വളരെ നന്നായി പോകുന്ന ഒരു സംരംഭമാണിത്. കർഷകർക്ക്, ഈ നാട്ടിലുള്ള കർഷകർക്ക് അവരുടെ ഏലക്ക വളരെ ഗുണമേന്മയോടുകൂടി സംസ്കരിച്ച് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അത് കൃത്യമായി നിറവേറ്റുന്നുണ്ട്. രാജാക്കാട് യൂണിയൻ ബാങ്കിൽ നിന്നാണ് ഈ സംരംഭത്തിന് ആവശ്യമായ വായ്പ ലഭിച്ചത്. വിപണിയിലെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ഏലക്കായുടെ സംസ്കരണം മെച്ചപ്പെടുത്താനും കൂടുതൽ മികച്ച സേവനം നൽകാനും ഈ കർഷക കൂട്ടായ്മയ്ക്ക് ഇതിനോടകം സാധിച്ചിട്ടുണ്ട്. ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.